ചെയ്ത് കഴിഞ്ഞാൽ ഷെങ്കൻ വിസയൊക്കെ എടുക്കുന്നവർക്കും ഇതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ കുറച്ച് മനസ്സിലാവും. എൻ്റെ അടുത്ത് നേരത്തെയും കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ വ്ളോഗ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രെയിനിലാണ്. നമ്മളിവിടുന്ന് ഇനി ഡോൺകാസ്റ്ററിൽ എത്തിയിട്ട് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വേണ്ടത്. ഇത് നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്. അത് അവർ നമുക്ക് അയച്ചു തരും. നമ്മൾ അപ്പോയിൻമെൻറ്റ് നമ്മൾ വെബ്സൈറ്റിൽ കയറി എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററാണ്. പിന്നെ നമുക്കുള്ളത് ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഓൾറെഡി വെബ്സൈറ്റിൽ കയറിയിട്ട് ഫില്ല് ചെയ്തതായിരുന്നു. അപ്പോൾ ഈ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ ഫോം അവർ അയച്ചു തരും. അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് വേണം എടുക്കാൻ. എന്നിട്ട് സൈൻ ചെയ്യാനും കാണും. നമുക്ക് അവർ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് അയച്ചു തരും എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് എടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഇതിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്ററിൻ്റെ കൂട്ടത്തിലുള്ളൊരു പേജാണ്. അപ്പോൾ ഇതിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ ഫോം വേണം. അത് നമ്മൾ സൈൻ ചെയ്തിട്ട് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും പിന്നെ UK റെസിഡൻസ് പെർമിറ്റ്, നമ്മുടെ BRPയുടെ കോപ്പി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിസയുടെ വെബ്സൈറ്റിൽ കയറി ആ ഡീറ്റെയിൽസും നമ്മുടെ ഷെയർ കോഡും ഇതെല്ലാം കൂടെ ഉള്ളൊരു ഡീറ്റെയിൽസാണ് ഈ വിസ ആപ്ലിക്കേഷനിൽ വേണ്ടത്. പിന്നെ ട്രാവൽ ഇൻഷുറൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു ട്രാവൽ ഇൻഷുറൻസ് ഞങ്ങൾ കവർ വൈസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് കമ്പനി വഴിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 15-20 പൗണ്ടിനുള്ളിലേ ആവുള്ളൂ. അതെടുക്കണം. പിന്നെ നമ്മൾ ട്രാവൽ അറേഞ്ച്മെൻറ്റ്സ് ആണ് വരുന്നത്. അതിൽ നമ്മുടെ ഹോട്ടൽ ബുക്കിങ്, പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ്, റിട്ടേൺ ടിക്കറ്റ് കൂട്ടിയുള്ളത്, ഇത് ഇത്രയും നമ്മൾ കാണിക്കണം. പിന്നെ നമ്മൾ കാണിക്കേണ്ടത് പ്രൂഫ് ഓഫ് സ്റ്റാറ്റസ് ഇൻ UK, അതായത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, പേ സ്ലിപ്പ്, എന്നുവെച്ചാൽ സാലറി ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന പേ സ്ലിപ്പ്, ഇതെല്ലാം എടുക്കണം. സ്റ്റുഡൻ്റ് ആണെങ്കിൽ സ്റ്റുഡൻസിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള കൺഫർമേഷൻ ലെറ്റർ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വേണം. പിന്നെ നമ്മുടെ പ്രൂഫ് ഓഫ് സഫിഷ്യൻറ്റ് ഫണ്ട് വേണം. അതായത് നമ്മളൊരു 1000 പൗണ്ട്സിനുള്ളിലെങ്കിലും നമുക്ക് ബാങ്ക് ബാലൻസ് നമ്മൾ കാണിച്ചിരിക്കണം. അതായത് നമ്മളെല്ലാ കോസ്റ്റും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പം 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് എടുക്കേണ്ടത്. പിന്നെ ഇത് മൈനേഴ്സാണ്, 18 വയസ്സിന് താഴെ ഉള്ളവർക്കുള്ള ഡീറ്റെയിൽസ് ആണ്. പിന്നെ ഈ ഹോട്ടൽ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവർക്കും വരുന്നൊരു ഡൗട്ടാണ്. നമ്മളിപ്പോൾ 2-3 ഹോട്ടലിൽ ചിലപ്പോൾ താമസിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് ഒരു ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ കൂട്ടത്തിൽ എല്ലാ ഹോട്ടൽസിൻ്റെയും കൂടി നമ്മൾ വെച്ചിരുന്നാൽ മതി. പിന്നെ ഇതിൽ പറയാത്ത ഒരു കാര്യം കൂടെ, കവർ ലെറ്റർ. നമ്മൾ ഒരു കവർ ലെറ്ററും കൂടി റെഡിയാക്കി കൊടുക്കാം. നമ്മൾ ആരൊക്കെയാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് പോകുന്നത്, പിന്നെ ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ ഡേറ്റ് കവർ ചെയ്യുന്നു എന്നുള്ള ഒരു ഡീറ്റെയിൽസും കൂടെ കൊടുക്കാം. അപ്പോൾ ഇത്രയും നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ആണ്. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പാസ്പോർട്ടും കൂടി ഇനിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആക്ച്വലി ഇന്നലെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ആലോചിച്ചത്. ഓക്കെ, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ട്രെയിനിൽ ഇരുന്നിട്ട് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കമൻറ്റിൽ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇനി ബാക്കിയുള്ള ഇടയ്ക്ക് സൗണ്ട് വരുന്നതിന് ക്ഷമിക്കുക. അപ്പോൾ ഇനി ബാക്കിയുള്ള പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ആനന്ദ സ്റ്റൈലാണല്ലോ. ഞാൻ എപ്പോഴും സ്റ്റൈലാ. സണ്ണി ഡേ ആൻഡ് സൺ ഗ്ലാസ് ഒക്കെ. അത് ശരി, കൊള്ളാം. നല്ല വെതറാണ്. ഇപ്പോൾ ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഉച്ചയായി കഴിഞ്ഞാൽ 20-21 ഡിഗ്രി ഒക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങേണ്ട ജാക്കറ്റും വേണമായിരുന്നു. പക്ഷെ അഡ്ജസ്റ്റ് ചെയ്യാം.
കഴിച്ചു, വയറ് നിറഞ്ഞു. ഞങ്ങളിപ്പം ബസ് സ്റ്റോപ്പിൽ വന്നിട്ട് ട്യൂബും ഉണ്ട്, ട്യൂബിൽ പോവാം. നമ്മൾ വിചാരിച്ച് ബസ്സിൽ പോകാം, അതാകുമ്പോൾ നേരത്തെ എത്തും, കറക്റ്റ് ആ സ്റ്റോപ്പിൽ എത്തുകയും ചെയ്യും, അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ നമ്മളിവിടെ ബസ് സ്റ്റോപ്പിൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ബസ് എനിക്കൊന്നും വരുന്നുണ്ട്. നമ്മളപ്പോൾ ഇവിടെ ബസ് വന്നിറങ്ങി. നമ്മൾ വന്ന ബസ്സാണിത്. ഇനി ഇവിടുന്ന് ഒരു 3 minutes വാക്കാണ് കാണിക്കുന്നത് നമ്മുടെ വിസ സെൻറ്ററിലേക്ക്. ഇപ്പോൾ സമയം എത്രയായി? ഇപ്പോൾ 10:08 ഉള്ളൂ. നമുക്ക് 10:45 അപ്പോയിൻമെൻറ്റ്. എന്നാലും നമുക്കൊരു 15 minute മുന്നേ ഒക്കെ എത്താം അല്ലേ? എത്തിയിരിക്കും. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം എവിടെയാണെന്നുള്ളത്. Really? How is the weather? Yeah, that's right. But it's okay. ഗൈസ്, ഞങ്ങളുടെ അപ്പോയിൻമെൻ്റ് അപ്പോൾ കഴിഞ്ഞു. നമ്മൾ പുറത്ത് ശരിക്കും ക്യൂവിൽ അധികം നേരം നിന്നില്ല, ഒരു 5 minute നിന്നു. അകത്ത് കയറി ഒരു 10 minute വെയിറ്റ് ചെയ്തു. അങ്ങനെ ഒരു അകത്ത് 10 minute, പിന്നെ നമ്മുടെ ബയോമെട്രിക്സ് എല്ലാം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഒരു 20 minute നടക്കാനേ ഉള്ളൂ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജിലോട്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണിക്കാം. ഗൈസ്, നമ്മളങ്ങനെ ലണ്ടൻ ബ്രിഡ്ജിലെത്തി. നമുക്ക് പലർക്കുള്ളൊരു ഡൗട്ടാണ്, ഈ കാണുന്നതാണ് ആക്ച്വലി ലണ്ടൻ ബ്രിഡ്ജ്. ഇവിടെ എഴുതി വെച്ചിരിക്കണം കേട്ടോ, അതല്ല ലണ്ടൻ ബ്രിഡ്ജ്, അത് ടവർ ബ്രിഡ്ജാണ്. അറിയായിരുന്നു ആനന്ദിന് ഈ സത്യം? പക്ഷെ ഫസ്റ്റ് ഇവിടെ വന്നപ്പോഴത്തേക്ക് അതെ, എല്ലാരും എങ്ങനെയാണ് വിചാരിക്കണത്. ഇവിടെ ഒരു ഷിപ്പ്, വലിയൊരു ഷിപ്പ് കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ അടുത്ത് ബോറോ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ഉണ്ട്. പലരും കണ്ടിട്ടുണ്ടായിരിക്കും, മറ്റേ വൈറൽ സ്ട്രോബെറി ചോക്ലേറ്റ് ഒക്കെ ഉള്ള ഒരു മാർക്കറ്റാണ്. അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് 2:30 ട്രെയിൻ ഉള്ളത് അല്ലേ? 2:30 പോയാൽ 5 മണിക്ക് നമ്മൾ. അതെ, അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് 2:30 ട്രെയിൻ പിടിക്കാം. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ ബോറോ മാർക്കറ്റിലെത്തി. ഇവിടെ നല്ല തിരക്കാണ്, എപ്പോഴും അത്യാവശ്യം തിരക്കാണ്. എന്നാലും കഴിഞ്ഞ തവണത്തെ വന്നതിൽ അപേക്ഷിച്ച് തിരക്ക് കുറവാണ്. നമുക്ക് താഴെ പോയിട്ട് ഫുഡ് നോക്കാം. കുറേ മാർക്കറ്റ് ഉണ്ട് ഇവിടെ, ഞാനിപ്പോൾ കാണിച്ചു തരാം. അല്ലാണ്ട് കഴിക്കുന്നതായിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇച്ചിരി വില കൂട്ടി, വൈറലും. ഇനി ഇവിടെ നിന്നായിരിക്കും മേ ബി തുടങ്ങിയത്, ഇത് സ്റ്റാർട്ട് ചെയ്തത്. 9 പൗണ്ട്. നോർമലി 5 പൗണ്ട് 6 പൗണ്ടിനൊക്കെയാണെന്ന് തോന്നുന്നു കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താ ഇത്ര ക്യൂ എന്നറിയില്ല. മേ ബി ഇതിന്റെ ഞാൻ ഇവിടെയാണ് റീലൊക്കെ കണ്ടിട്ടുള്ളത്. ഗൈസ്, ആക്ച്വലി ഈ സാധനം തിന്നു വന്നപ്പോഴത്തേന് കൊള്ളാം അല്ലേ? ശരിക്കും കൊള്ളാം. അടി എത്തിയപ്പോൾ, അടിയല്ല മേലേനെ കൊള്ളാം. ആദ്യത്തെ ബൈറ്റ് എടുത്തപ്പോൾ നമ്മൾ വലിയ സെയിം ആയിട്ടാണ് തോന്നിയത്. പക്ഷെ അകത്തോട്ട് വരുമ്പം കുറെ ചോക്ലേറ്റ് ഉണ്ട്. അത് നല്ല ക്വാളിറ്റി ഉള്ള ചോക്ലേറ്റ് ആണെന്ന് തോന്നി അല്ലേ? കൊള്ളായിരുന്നു. ഹൈപ്പിന് ഉണ്ട്, ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, പക്ഷെ കൊള്ളാം, നമുക്ക് ഇഷ്ടപ്പെട്ടു.
ഗൈസ് നമ്മൾ ഇത് വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. ഇവിടുത്തെ ഒരു വൈറൽ ഐറ്റം ആണ്. നമ്മൾ കഴിക്കാൻ പോവാണ് ഗൈസ്. ട്രൈ ചെയ്യാം. ഞാനും കഴിച്ചിട്ടില്ല. നമ്മൾ കഴിച്ചിട്ടില്ല ഈ ടൈപ്പ് സീ ഫുഡ് റൈസ്. നമ്മൾ കഴിഞ്ഞ തവണ ഇത് ചിക്കനാണോ? ആ, നമ്മൾ സ്പെയിനിൽ പോയപ്പം അവിടെ ഫുൾ ഇങ്ങനത്തെ ഫുഡാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ലോബ്സ്റ്റർ ഒന്നും കഴിച്ചിട്ടില്ല. കൊള്ളാമോ? ഇത് ട്രൈ ചെയ്യേ. ഓക്കെ, നമ്മൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ട്രെയിൻ 2:45 ഇപ്പോൾ സമയം 1:30. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടൈം ബാക്കിയുണ്ട്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ് നമുക്ക് ട്യൂബിൽ കയറിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയാൽ മതി. അപ്പോൾ നമ്മളിവിടെ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ പോകും, സിനിമയ്ക്ക് പോകും, വൈകിട്ട് അപ്പോൾ അതിന് പോകും. അപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യുന്നു. ബൈ ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ഗൈസ്.